അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധ നിലപാടുകൾക്കെതിരായി മുമ്പ് ചേരിചേരായ്മയുടെ നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് അവർക്ക് വിധേയപ്പെട്ട് വിദേശ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. നരസിംഹറാവുവിൻ്റെ കാലത്തോടുകൂടിയാണ് ചേരിചേരായ്മ നയം മാറ്റി അമേരിക്കൻ പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചത്. ഇസ്രായേലുമായി ഉണ്ടായിരുന്ന ഇന്നത്തെ ബന്ധം രൂപപ്പെടുത്തിയതും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇസ്രയേൽ സന്ദർശിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശമുണ്ടായിരുന്നില്ല മുമ്പ്. ആ ബന്ധം പുനഃസ്ഥാപിച്ചത് പിന്നീട് നരസിംഹറാവു ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് സത്യം. ആണവ കരാറിൻ്റെ പേരിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വ നിലപാടും പരമാധികാരവും അടിയറ വെക്കുന്ന രീതിയിലുള്ള നയം UPA ഗവൺമെൻറ് സ്വീകരിച്ചപ്പോഴാണ് ഇടതുപക്ഷം അന്ന് പിന്തുണ പിൻവലിച്ചത്. കോൺഗ്രസ് പിന്തുടർന്നു വന്ന വിദേശ നയവും BJPയുടെ നയവും ഒന്നു തന്നെയാണ് ഇപ്പോഴും. ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കക്ക് തുറന്നു കൊടുക്കുന്ന നിലപാടോടെ കർഷകരാകമാനം പ്രതിസന്ധിയിലാകുകയും ഇന്ത്യ ഗവൺമെൻറ് നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംഭരണ വില സംബന്ധിച്ചുള്ള കാര്യത്തിൽ സബ്സിഡി നൽകരുത് എന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ധാന്യോൽപാദനത്തിന് സബ്സിഡി വേണ്ട, നമ്മുടെ ഉൽപ്പാദനവും പുറത്തുനിന്ന് വരുത്താനുള്ള സാധ്യതയും വെച്ചുകൊണ്ട് ഖജനാവിൽ നിന്ന് പണം കൊടുക്കരുത് എന്നാണ്. കൃഷിക്കാരെ സഹായിക്കുന്ന ഈ താങ്ങുവില സംവിധാനം ഒഴിവാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന സാമ്രാജ്യത്വ നിലപാടിന് അനുകൂലമായ സമീപനമാണ് BJP ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലോക വിപണിയിൽ എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കുന്നത് അമേരിക്കയാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി വെട്ടിച്ചുരുക്കണമെന്നും ഇറക്കുമതി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റും ചെയ്തത്. ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ അമേരിക്കയുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു അപമാനകരമായ അവസ്ഥയാണ് ഇന്ത്യ കൈക്കൊണ്ടത്. അമേരിക്കയുടെ ദാസ്യന്മാരായി ഇന്ത്യ മാറുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ഇടതുപക്ഷം മുമ്പ് തന്നെ കൈകാര്യം ചെയ്തത്. നമ്മൾ അന്ന് തന്നെ ഈ കാര്യം മുന്നറിയിപ്പ് നൽകിയതാണ്.
അത് കൂടുതൽ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് സമീപകാല സംഭവവികാസങ്ങൾ. ഇത്തരം നയങ്ങൾക്കെതിരായി ശക്തിയായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാമ്രാജ്യത്വ അനുകൂല സമീപനത്തിനെതിരായി വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനാവണം എന്ന് തന്നെയാണ് വിശദീകരിക്കേണ്ടത്. 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടിയാണ് സാമ്രാജ്യത്വ ആധിപത്യം വലിയ രീതിയിൽ ലോകവ്യാപകമായിട്ട് വരാൻ തുടങ്ങിയത്. അന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ലോകം ജനാധിപത്യ വഴിയിലേക്ക് നീങ്ങുന്നു എന്നാണ്. എന്നാൽ ശാക്തിക ബലാബലത്തിൽ ഇതുണ്ടാക്കിയ മാറ്റം ലോകത്തെമ്പാടും ദുരിതം വിതക്കുന്ന ഒന്നായി എന്നുള്ളത് അനുഭവവേദ്യമായിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ലിബിയ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ അവരെ കൊല്ലാൻ അമേരിക്കക്കും ഇസ്രയേലിനും ഒരു മടിയും ഉണ്ടായില്ല. വെനസ്വേലയിലെ രാഷ്ട്രത്തലവനെയും സഹധർമ്മിണിയെയും തട്ടിക്കൊണ്ടുപോകുന്ന നിലവരെ ഉണ്ടായി. ഇറാനെതിരായിട്ടുള്ള നിലപാട്, ആക്രമണം ഇപ്പോൾ നമ്മുടെ അടുക്കളയെ പോലും ബാധിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിതിയാണ്. പാചകവാതകം ലഭ്യമല്ലാത്ത നില രൂപപ്പെട്ടിരിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ലോകത്തെമ്പാടും എന്തു നടന്നാലും തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാട് സ്വീകരിക്കുന്നവരെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഇപ്പോഴുള്ള സംഭവവികാസങ്ങൾ. ഇതിൻ്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ള വളരെ ഗൗരവമുള്ള പ്രശ്നം പാചകവാതക ദൗർലഭ്യമാണ്. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പാചകവാതക ക്ഷാമം ബാധിച്ച റെസ്റ്റോറൻറ്റുകളും എല്ലാ മേഖലയും, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ പോലും, വൃദ്ധസദനങ്ങൾ, ഹോസ്റ്റലുകൾ, അവിടെയൊന്നും ഭക്ഷണം മുടങ്ങുന്നൊരവസ്ഥ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. ആവശ്യമായ ബദൽ മാർഗങ്ങൾ ഏർപ്പെടുത്തണം. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങുന്നില്ല എന്നുറപ്പാക്കാൻ പ്രത്യേക ഇടപെടൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട്. പാചകവാതകത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങളുടെ പ്രവർത്തനം പലതും നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയും ബദൽ സംവിധാനമുണ്ടെന്ന് ഉറപ്പാക്കണം. പാചകവാതകത്തിൻ്റെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ജനകീയ ഇടപെടലിലൂടെ നമുക്ക് സാധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. രാജ്യത്താകെ പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അനങ്ങാമ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ പാചകവാതകം ബുക്ക് ചെയ്യാനുള്ള ഇടവേള 25 ദിവസത്തിൽ നിന്ന് 45 ദിവസത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് കേന്ദ്രം ചെയ്ത കാര്യം. ഇത് കേരളത്തിലെ പകുതിയോളം വരുന്ന
ഗുണഭോക്താക്കൾക്കും തിരിച്ചടിയാണ്. എല്ലാം സുരക്ഷിതമാണെന്നും ഒരു പ്രതിസന്ധിയുമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത് പച്ച കള്ളമാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമാവുകയാണ്. ആവശ്യത്തിന് പാചകവാതകം സംഭരിക്കാതെ രാജ്യത്തെ ഈ പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പാചകവാതക കമ്പനി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ഉന്നതതല യോഗം ചേർന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മുൻഗണനാക്രമം നിശ്ചയിക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി വിതരണം ചെയ്യാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. വാണിജ്യ മേഖലയിൽ കൂടുതൽ പാചകവാതകം അനുവദിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യം സർക്കാരിനോട്, സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിലുണ്ടാകുന്ന ജനകീയ ഇടപെടൽ നമുക്ക് ഈ പ്രതിസന്ധിക്കിടയിൽ ഫലപ്രദമായിട്ട് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ദേശീയപാത ഉദ്ഘാടനത്തിൽ നിന്ന് PWD വകുപ്പിനെയും മന്ത്രിയെയും മാറ്റി നിർത്തിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധകരമാണ് എന്ന് കേരളം ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 5580 കോടി റുപ്യ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും നൽകാതിരുന്നത് കേരളമാണ് നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആലോചനയും ഉപേക്ഷിക്കപ്പെട്ട നാഷണൽ ഹൈവേ 66 പ്രായോഗികമായ നടപടിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. കേന്ദ്രമന്ത്രി പോലും ഈ കാര്യം അംഗീകരിച്ചതാണ്. ഉദ്ഘാടനത്തിൻ്റെ ശിലാഫലകത്തിൽ PWD മന്ത്രിയുടെ പേരുണ്ടായിരുന്നു. രാഷ്ട്രീയമായ നിലപാടിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അത് പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധമറിയിക്കുന്ന ഒന്നാണ്. ഇതിനെതിരായി ശക്തിയായ നിലപാട് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരേണ്ടതായിട്ട് ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായി വരികയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പിനുള്ള സംഘടനാ തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ താഴെത്തലം വരെ നടന്നു വരികയാണ്. ബൂത്ത് തലം വരെയുള്ള പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. കോടതിയുടെ കാര്യത്തിൽ ഒരു കാര്യവും കൂടി പറയാം. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ DA വിഷയത്തിൽ ജീവനക്കാർക്ക് മെസ്സേജ് അയക്കുന്നു എന്ന കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് ഹൈക്കോടതി കൈകാര്യം ചെയ്തത്. സർക്കാർ തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ സദ്ഭരണത്തെയും സാമൂഹ്യക്ഷേമ നടപടികളെയും മെസ്സേജ് വഴി മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് കോടതി ചോദിച്ചത്.
DA നൽകുന്നതിന് പ്രചരണം നൽകിയതിനൊപ്പം സർക്കാരിനുള്ള ഹൈക്കോടതിയുടെ അഭിനന്ദനവും പ്രതിപക്ഷം, അതായത് ശക്തിയായ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് അവർ പോയത്. പക്ഷേ ഹൈക്കോടതി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം സുപ്രീം കോടതിയാണ് ചോദിച്ചത്. സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ സ്റ്റേ ചെയ്യുകയും ക്ഷേമ പദ്ധതികൾക്കായി നൂറുകണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന സർക്കാർ ആ പദ്ധതികൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സർവേ നടത്തിയാൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്തു. ഇന്നലെയാണ് LDF UDF സർക്കാരുകളുടെ കാലത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള PRD പരസ്യത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഹൈക്കോടതിയിൽ പോയി കോൺഗ്രസിൻ്റെ ആക്ഷേപം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരസ്യം വിവാദമാക്കി UDFൻ്റെ ഇരുണ്ട കാലത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് തടയാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് വിവിധ കാര്യങ്ങളുണ്ടല്ലോ. നിയമപരമായിട്ട് ഭരണഘടനാപരമായ കാര്യമാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് അതിന് ഉചിതമായ മറുപടി നൽകണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അല്ലല്ല, ഞങ്ങൾ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇന്നത്തെ പരിസ്ഥിതി തന്നെ പറയുന്നത് വിശദീകരിക്കേണ്ടത്. ഒരു നിലപാട് മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. സുപ്രീം കോടതി ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കേക്ക് പറയുന്നത് യുവതീ പ്രവേശന നടപടി വേണോ വേണ്ടയോ എന്നുള്ളതല്ല സുപ്രീം കോടതിയുടെ ചോദ്യം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് കോടതിയുടെ ഭാഗമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള പരിശോധനയാണ്. അതിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നം മാത്രമല്ല, ഭരണഘടനാപരമായ പ്രശ്നമാണ്. അതിൽ ഈ യുവതീ പ്രവേശനമോ അതുപോലുള്ള കാര്യങ്ങളോ അല്ല അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത്. ആചാരം അത് പറഞ്ഞു. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ആചാരം സംബന്ധിച്ച് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ആചാരം അതുപോലെ തന്നെ സാമൂഹ്യ പരിസ്ഥിതികൾക്ക് അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. തീരുമാനിക്കാം അല്ല അല്ലല്ല അങ്ങനെയല്ല, വെറുതെ വേണ്ടാതെ വിശദീകരണം നടത്തണ്ട. അന്നത്തെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നത് ഈ രീതിയിൽ പരിശോധിക്കണം. യെസ്, അതന്നെ വിദഗ്ധരും പണ്ഡിതരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യണം. പണ്ഡിതരുമായി. അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് വിശ്വാസികളുടെ വികാരം മാനിക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാ കാലത്തും വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. നിങ്ങൾക്ക് എന്തിനാ തർക്കം? ശരി.
അല്ല, ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയല്ലോ. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അല്ല 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 പുറത്തു പോയ എനിക്ക് മനസ്സിലായില്ല. അത് പുറത്തു പോയ പിന്നെ പോട്ടേന്നാണോ? എന്തിനാ എഴുന്നേൽപ്പിക്കാൻ? അദ്ദേഹം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറഞ്ഞ കാര്യമില്ലേ? ഞങ്ങളെന്തിനു എഴുന്നേൽപ്പിക്കാനാണ്? അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പിലില്ല. അദ്ദേഹത്തിന് ജനാധിപത്യപരമായ രീതി എങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ കണ്ടുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ പേര് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. അതല്ല ഞങ്ങളിതിന് അതിന് പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അലക്കം നടത്തേണ്ട കാര്യം. അയാൾക്ക് ബുദ്ധിയില്ലാതെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാതെ പോയത്. ഞങ്ങളെന്ത് ചെയ്യാനാ? മത്സരിക്കുമ്പോൾ ഞങ്ങൾ സിറ്റിംഗ് സീറ്റല്ലേ അമ്പലപ്പുഴ. ഇടതുപക്ഷ ജനാധിപത്യം കൂടി കർശനമായി ജയിക്കും. അവിടെ ജയിക്കും. പിന്നെ ജയിച്ചില്ലെങ്കിൽ പിന്നെ വെറുതെ സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അന്നേ പറഞ്ഞു.